പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. ഇല്ലാത്ത പറയുന്നത് അങ്ങനെ ഒരു CCTV ദൃശ്യമില്ല. വരാന്തയിലൂടെ നടന്നു പോകുന്ന CCTV ദൃശ്യങ്ങൾ കാണിച്ചതാണ്. അത് നിങ്ങളുടെ വ്യാഖ്യാനം മാത്രമാണ്. മറ്റത് അതൊരു പൊതുസ്ഥലമല്ലേ, TB അല്ലേ, ഗസ്റ്റ് ഹൗസ് അല്ലേ? ഗസ്റ്റ് ഹൗസിലാണ് ഒരു രഹസ്യാർച്ച നടത്തുക. എന്താ ഈ പറയുന്നത്? ഗസ്റ്റ് ഹൗസിൽ TV ഇന്നലെ ഇന്നലെ വളരെ വിശദമായി അത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ് അദ്ദേഹം. ആ സമയത്ത് അവർ അവിടെ ഉണ്ടായതാണ്. അവർ യാതൊരു വിധ രഹസ്യ ചർച്ചയും അതിനകത്തില്ല, പൊതുസ്ഥലമാണെന്നുള്ള നിലയിൽ അത് നന്നായി വിശദീകരിച്ചിട്ടുണ്ട്. രഹസ്യാർച്ച നടത്തിന് അവിടെ പോകണം, അതൊക്കെ വിശദീകരണത്തിലുണ്ട്. അതിൽ കൂടെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഞാനാകെ ഗസ്റ്റ് ഹൗസിൽ എത്ര സമയം ഉണ്ടായി നോക്കും? 10 മിനിറ്റ് തികയില്ല, 5-6 മിനിറ്റ്. ഞാൻ അത്ര 10 മിനിറ്റ് തികയില്ല. ഞാൻ ഈട്ടി എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഈട്ടിനെ കണ്ട് പോരുകയും ചെയ്തു. അതൊരു പൊതുസ്ഥലമാണ്, അവിടെ പലരുണ്ടാവും. അത് ഒരു അടിസ്ഥാനമില്ലാത്ത വാർത്തയാണ്. അത് സംബന്ധിച്ച് ഈട്ടി പറഞ്ഞത് പെർഫെക്റ്റാണ്. അത് എന്നെ തങ്ങളും പറഞ്ഞു. അതുകൊണ്ട് ആ വാർത്ത ഇനി പൊടിപ്പുന്തങ്ങളും വെച്ച് വർദ്ധിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല. മറ്റെല്ലാവരും സ്ഥാനാർത്ഥി ഉണ്ടല്ലോ അവിടെ, ബോർഡ് കാണുന്നില്ല. അല്ല, ഇനി നമ്മൾ കൂടുതൽ അതേപ്പറ്റി പറയേണ്ട. അതൊരു പൊതുസ്ഥലമാണ്. അതൊരു പൊതുസ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഓരോ ഗസ്റ്റ് ഹൗസിലുള്ള CCTV ദൃശ്യങ്ങൾ എടുത്ത് നോക്കി അവിടെ നിങ്ങൾക്ക് ഒരുപാട് വാർത്ത കിട്ടും. അവിടെയൊക്കെ വരുന്നവരും പോകുന്നവരും ഒക്കെ പലരും ഉണ്ടാവും. വരാന്തയിലൂടെ നടന്നു പോണ വാർത്തയും വെച്ച് ഫോട്ടോയും വെച്ച് വാർത്ത ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ യാതൊരു കാര്യമില്ല. പിന്നെ അവർ പറഞ്ഞു അവരെന്താ കാണുമ്പോൾ രാഷ്ട്രീയം പറഞ്ഞു, അവർ പറഞ്ഞു അതിൻ്റെ അകത്ത് രഹസ്യാർച്ച യാതൊരു കാര്യമില്ല. കാരണം മുസ്ലിം ലീഗിന് പൊന്നാനിയിൽ ബഹുഭൂരിപക്ഷത്തിന് ജയിക്കും, നല്ല സ്ട്രെത്തോട് ജയിക്കും, നല്ല കോൺഫിഡൻസ്. UDF ആയി മത്സരിച്ചാൽ ജയിക്കും. ഇന്നലെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കൂട്ടും ജനക്കൂട്ടും ഞങ്ങൾ കണ്ടതാണ്. നല്ല കോൺഫിഡൻസാണ്. പ്രോബ്ലംസൊക്കെ LDFിലാണ്. UDFിൽ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കുറച്ചും കൂടി സമയമുണ്ട്. അപ്പോൾ UDF ഘടകകക്ഷികളുടെ വിഷയങ്ങളൊക്കെ കുറച്ചും കൂടി തീരാനുണ്ട്. അതേപോലെ തന്നെ കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റ്സ് ലിസ്റ്റ് വരാനുണ്ട്. അതാ വരുമ്പോൾ ഞങ്ങൾ വെച്ച് പിടിക്കും. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിൻ്റെ വരാന്തയിലൂടെ നടന്നു പോണ ചിത്രവും വെച്ചിട്ട് ഞാൻ എപ്പോഴും അവിടെ ചെന്ന് എത്ര സമയം ഉണ്ട് അതിനകത്ത് നോക്കും. നിങ്ങൾ കാണിച്ച വിഷൻ്റെ ഞാനോ 7 മിനിറ്റ് ഒരു ചർച്ച നടത്താൻ ഈ സമയം പര്യാപ്തമാണ്. എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. വീട്ടിൻ്റെ വിശദീകരണം 100% സത്യമാണ്. ഒരു പദം അതിനകത്ത് കളവില്ല. എന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ മേൽമുറിയിൽ പൊതുയോഗം കഴിഞ്ഞ് ഞാൻ എത്താൻ താമസിച്ചത് കൊണ്ടാണ് വീട്ടിയെ കാത്തിരുന്നത്. അതിൻ്റെ ഇടയിൽ ഭക്ഷണം കഴിച്ചിരിക്കുന്ന ഇടയിൽ അവിടെ അവർ ചെന്ന് കാണും, അവർ സംസാരിച്ച് കാണും. അതിനകത്ത് യാതൊരു രാഷ്ട്രീയ പ്രാധാന്യമില്ല. അവിടെ കാൻഡിഡേറ്റും ഉണ്ട്. അവിടെ ഈ വാർത്തയൊക്കെ വെച്ച് ഡെവലപ്പ് ചെയ്യാൻ നോക്കി എങ്ങനെ നടക്കാനായി? അല്ല, അത് വേറെ പ്രശ്നം. അത് CPM ആയുധാക്കുമല്ലോ. യാതൊരു രക്ഷയില്ലാതെ പൊന്നാനിയിൽ ഇരിക്കുകയല്ലേ. ആ ഇരിക്കുന്ന സമയത്ത് എന്ത് കിട്ടിയാലും ആയുധാക്കുമല്ലോ. അവർക്കൊരു കാൻഡിഡേറ്റ് വന്ന് നോക്കുമ്പോൾ അവർക്ക് അവിടെ യാതൊരു ഹോപ്പുമില്ല. കാൻഡിഡേറ്റ് ഞങ്ങളിപ്പോൾ വിവാദം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെല്ലാം പറയാം. അപ്പോൾ ഞങ്ങളങ്ങനെ മാന്യമായ രാഷ്ട്രീയ ഫൈറ്റേ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ഞങ്ങൾ അങ്ങനെ ഉള്ള അടിസ്ഥാനരഹിതമായ കാൻഡിഡേറ്റിനെ ഫോക്കസ് ചെയ്ത് പറയാനൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾ മാന്യമായ ഫൈറ്റാണ് പൊന്നാനിയിൽ നടന്നത്. ഈട്ടി എന്ന മതേതര നേതാവിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. അദ്ദേഹം കേരളത്തിൽ ദീർഘകാലം മന്ത്രിയായിരുന്ന ആളാണ്. നല്ല മതേതര കാഴ്ചപ്പാട് ഉള്ള ആളാണ്. ഒരുവിധ എന്താ പറയുക, കൃത്രിമമില്ലാത്ത വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. നിൽക്കുന്ന ഒരു കോസിന് വേണ്ടി ഉറച്ച സ്റ്റാൻഡ് എടുക്കും. ഇതൊക്കെയാണ് ഈട്ടിയെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ലപോലെ അറിയാം. സുതാര്യമായ രീതിയിൽ ഒരു ഗസ്റ്റ് ഹൗസിൻ്റെ വരാന്തയിൽ, എനിക്ക് തോന്നുന്നു വരാന്തയിലാണ് ഇരുന്നത്. ഒരു വരാന്തയിൽ ഇരുന്നിട്ട് എന്ത് രഹസ്യ ചർച്ച നടത്താനാണ്? വരാന്തയുടെ ഒരു മൂലയിൽ ഇരുന്ന് ഒരു രാഷ്ട്രീയ നേതാവിനെ കാണുമ്പോൾ ആര് കണ്ടാലും, ഇനിയിപ്പോൾ ഞാൻ ഇരിക്കട്ടെ, നാളെ മാർക്സിസ്റ്റ് UDF അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ലീഗ് ചർച്ച നിങ്ങൾ പറയുമല്ലോ. പല ഗസ്റ്റ് ഹൗസിലും ഞങ്ങൾ അവരെയും കാണുന്നുണ്ട്. പോകുന്ന വഴി ചർച്ച നടന്നു എന്ന് പറയുമ്പോൾ അത് പറഞ്ഞല്ലോ. ചർച്ച അവർ പറഞ്ഞത് ഒരു വ്യത്യാസവുമില്ല. അവർ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഒരു രഹസ്യാർച്ച നടത്തുന്നത് അവർ പറഞ്ഞു, ഞാൻ കണ്ടില്ല. അല്ല, അതിപ്പോൾ പിന്നെ സംസാരമധ്യേ എന്ത് നടന്നു എന്നുള്ളത് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞാൻ 3-6 മിനിറ്റ് അവിടെ ഉണ്ടായിട്ടുള്ളൂ.
അത് ഞാൻ വന്നു, ഇ ടിയെ കണ്ട് കുറച്ച് പ്രോഗ്രാം ഫിക്സ് ചെയ്യാനുണ്ടായി. 17-ാം തീയതി ഇവിടുത്തെ കൺവെൻഷൻ, 18-ാം തീയതി അവിടുത്തെ കൺവെൻഷൻ. ആ സംസാരത്തിന് തന്നെ 7 മിനിറ്റ് പര്യാപ്തമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ ഞാനെങ്ങനെ ചർച്ച നടത്തിയെന്ന് പറയും. അതുകൊണ്ട് ഇ ടി നൽകിയ മറുപടി അതിൽ 100% കറക്റ്റാണ്. ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ആരും രഹസ്യ ചർച്ച നടക്കില്ല. അങ്ങനെ ആണെങ്കിൽ വേറെ സ്ഥലങ്ങൾ എത്ര ഉണ്ടാവും? അതുകൊണ്ട് വിശ്വസിക്കുക. ആവശ്യമില്ലാത്ത വാർത്ത സത്യമായിരിക്കണം. സത്യമില്ലാത്ത വാർത്ത നോക്കിയിട്ട് കാര്യമില്ല. സത്യമായിരിക്കണം വാർത്ത. ഒരു ഗസ്റ്റ് ഹൗസിൽ വെച്ച് സുതാര്യമായ രീതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർ, ഏത് സംഘടനയായാലും അവർ വന്ന് കണ്ടുപോകേണ്ടത് വരാന്തയിലോട്ട് നടന്നു പോണ ഒരു CCTV ദൃശ്യം കൊടുത്താൽ, അത് കിട്ടിയാൽ അത് വെച്ച് വാർത്ത ഉണ്ടാക്കുക എന്ന് പറയുന്നത് ന്യായമല്ല. ഞാൻ മിതമായ ഭാഷയിൽ അതേ പറയുന്നത്. അല്ല, അതല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ നമ്മൾ കാണുമ്പോൾ എന്താ പറയുക, അത് എനിക്കറിയില്ല. അത് അവരോട് ചോദിക്കേണ്ട കാര്യം. ഏതായാലും ശരി, അവരെ കാൻഡിഡേറ്റ് അവിടെ ഉണ്ട്. യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സഖ്യങ്ങളും മുസ്ലിം ലീഗ് കാലം വരെ SDP ആയിട്ട് ചെയ്തിട്ടില്ല, ഇനി ചെയ്യൂല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം. SDP ആയിട്ട് ഒരുവിധ പൊളിറ്റിക്കൽ കോംപ്രമൈസും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ഇല്ല, ഉണ്ടാവില്ല. SDP-യുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്ന വിവാദത്തെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് PK കുഞ്ഞാലിക്കുട്ടി MP. ഒരു തരത്തിലുമുള്ള രഹസ്യ കൂടിക്കാഴ്ചയും നടന്നിട്ടില്ല. ഒരു പൊതുസ്ഥലത്താണ് ഉണ്ടായിരുന്നത്. വളരെ കുറച്ച് സമയം മാത്രമാണ് താൻ അവിടെ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറയുകയാണ്. മാധ്യമ വാർത്തകളെ പൂർണ്ണമായും അദ്ദേഹം തള്ളിപ്പറയും.